പാട്ടുകൾ കൊണ്ട് മാജിക് തീർത്ത് പോകുന്ന രണ്ട് താരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വേടൻ, കലാഭവൻ മണി. കലാഭവൻ മണി, വേടൻ. കലാഭവൻ മണി 1971 ജനിക്കുന്നത്. കലാഭവൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപൂർവ സിദ്ധിയുള്ള ഒരു കലാകാരൻ തന്നെയാണ്. കാരണം അഭിനയത്തിന്റെ കാര്യത്തിലായാലും തൻ്റെ ഉള്ളിലുള്ള നാടൻ പാട്ടുകളെ എങ്ങനെ പാടി ഫലിപ്പിക്കണമെന്നും അത് ചോടുകൾ വെച്ച് അത്ര ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അറിയാവുന്ന ഒരു മികച്ച കലാകാരനാണ് കലാഭവൻ മണി. കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും കലാഭവൻ മണിയെ അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം ഒട്ടുമിക്കവർക്ക് അറിയാം. കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആവേശമായിട്ട് കടന്നു വന്ന ഒരു താരമാണ് കലാഭവൻ മണി. 1995, 94 ആ ഒരു വർഷങ്ങളിലാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ കയറി വരികയായിരുന്നു. അക്ഷരം എന്ന സിനിമയിലൂടെ ഒരു ഓട്ടോക്കാരനായിട്ടൊക്കെ അങ്ങനെ വന്ന് അങ്ങനെ തെളിഞ്ഞ് വെള്ളിത്തിരയിൽ നിറഞ്ഞ ശോഭയായി പരന്നങ്ങനെ അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു. ബാച്ചിലർ പാർട്ടി, അതുപോലെ തന്നെ ചോട്ടാ മുംബൈ, ആ സിനിമകളിലൊക്കെ മണിയുടെ ലുക്ക് തന്നെ വേറെ ആയിരുന്നു. ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ സിനിമയിൽ മണിയുടെ പവർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി പവറാണ്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എങ്ങനെയായിരിക്കണം, SI എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിങ്ങനെ വേണമെന്ന് പറയൂല, അതേപോലെ ആയിരുന്നു. പക്ഷെ നമ്മളിന്ന് സംസാരിക്കുന്നത് പാട്ടിനെ കുറിച്ചാണ്. മണിയുടെ പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം സാധാരണ നാടൻ പാട്ടുകളെ പോലെ അല്ല മണി പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നത്. സാധാരണ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എന്ന് പറഞ്ഞാൽ ചെറുതാക്കണതല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറുകയും എന്നാൽ അതിനെ നിസാരമായിട്ട് ഏതൊരു ആളുടെ ഹൃദയത്തിലേക്ക് ചെന്നെത്താവുന്ന തരത്തിൽ സാധാരണക്കാരുടെ മനസ്സിൽ അകത്തുള്ള വരികൾ പോലെ പാടി ഫലിപ്പിക്കാവുന്ന പാട്ടുകളായിരുന്നു മണിയുടേത്. എന്നാൽ വള്ളവും പാട്ട്, കുറത്തിപ്പാട്ട്, പുള്ളവും പാട്ട്, അങ്ങനെ കുറേ നാടൻപാട്ടിൻ്റെ ഒരു ശൈലി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ തേക്ക് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ തരത്തിലുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിങ്ങനെ പാടി ഫലിപ്പിക്കാൻ പെട്ടെന്ന് പറ്റില്ല. സാധാരണ ഒരു പാടാൻ അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ പഴമയുടെ താളബോധത്തോടു കൂടി പാടുന്ന പാട്ടുകളായിരുന്നു. പക്ഷെ മണിയുടെ പാട്ട് അങ്ങനെ ആയിരുന്നില്ല. കൂടുതലും പ്രണയത്തിന്റെ ഒരു തൊട്ടില്ല എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന ആ തരത്തിലുള്ള പാട്ടുകൾ, ഒരു സാധാരണക്കാരൻ എങ്ങനെ അയാൾ തൻ്റെ ചുറ്റുപാടുകളെ കാണുന്നു ആ തരത്തിൽ പോകുന്ന പാട്ടുകളായിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ട്. ഉമ്പായി കുച്ചാണ്ടൊക്കെ വളരെ ഫേമസ് ആയ പാട്ടാണ്. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ വാഴല പൊട്ടിച്ചി പാപ്പുണ്ടാക്കണമ്മ വയറ് കത്തിയാലോ എൻ്റെ കൊടല് കത്തണമ്മ പ്രാണം വെടിഞ്ഞിട്ട് പൊന്നെ. അങ്ങനെ കടന്നു പോകുന്ന പാട്ടുകൾ. അതുപോലെ തന്നെ തൂശിമ പൂന്താരോ, പുളുമ്പോ ചോമ്പുളുമ്പോ, അങ്ങനെ ഇത്തരത്തിലുള്ള കാസറ്റ് പാട്ടുകളിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാവരുടെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നത്. അതിൻ്റെ കൂടെ ഹാസ്യാത്മകമായിട്ടുള്ള അവതരണവും ഒക്കെ കൂടിയ കഴിഞ്ഞപ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കാൻ മണിയെ പോകുന്നൊരു കലാകാരൻ വേറെ ഇല്ലാതായി മാറി. വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമ 1999 റിലീസ് ചെയ്യുന്നത്. ആ ചിത്രം ഇറങ്ങിയതോടുകൂടി തന്നെ മണിയുടെ അഭിനയ ജീവിതത്തിന്റെ അങ്ങോട്ട് ആ ഗ്രോത്ത് പെട്ടെന്നാണ് ഉയർന്നു, പെട്ടെന്നാണ് കയറിയത്. കാരണം അതേപോലെ കണ്ണൊക്കെ മേലേക്ക് പിടിച്ചു വെച്ച് അഭിനയിച്ച് ആ സിനിമയെ അത്രയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി വേറൊരു നടനെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം മണിയല്ലാതെ വേറൊരു ആളെ നമുക്ക് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല. അത്തരത്തിലുള്ളൊരു അഭിനയ പാഠവും ഒരുക്കിയ താരമായിരുന്നു. തമിഴ് ലോകത്ത് കടന്നു വന്നപ്പോൾ അവിടെയും മിന്നലടികൾ പോലെ വെട്ടിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയത്തിന്റെ കാര്യത്തിൽ മുന്നേറി. കുറച്ച് വിദ്യാഭ്യാസമേ ഉള്ളൂ, എന്നാൽ വിദ്യാഭ്യാസം ഒന്നിനും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല എന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛൻ പാടിക്കൊടുത്ത പാട്ടുകളാണ് അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലകത്തുള്ള പാട്ടുകൾ, പിന്നെ എവിടെയെങ്കിലൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ ഇപ്പം ഈ നാടൻ പാട്ട്, കൊട്ടുകളി, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന പാട്ടുകളുണ്ടല്ലോ, ഈ കൊയ്ത്തുപാട്ട്, അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ് അദ്ദേഹം പാടിക്കൊണ്ടിരുന്നതെങ്കിലും പിന്നീട് മണിയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞ് അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ വേറെ നല്ല കലാകാരന്മാരെ വെച്ചിട്ട് അദ്ദേഹം പാട്ട് എഴുതിപ്പിച്ചുകൊണ്ടിരുന്നു. അറുമുഖൻ വെങ്കടങ്ങ അങ്ങനെ വന്നൊരു കലാകാരനാണ്. അദ്ദേഹം എഴുതിയ ഒരുപാട് പാട്ടുകൾ ഈ കലാഭവൻ മണി പാടിയിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് വീണ്ടും അത് കൂടെ പാടാനായിട്ട് ഇമ്പം തോന്നും. തെക്കേപ്പുറത്തെ പ്ലാവുണ്ട് തോപ്പെ വരിക്കച്ചക്കയുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ, അങ്ങനെ വരികളൊക്കെ ഞാൻ കുറച്ചേറെ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന പാട്ടുകളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടിന്റെ ഒരു ചടുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അതിന്റെ കൂടെ പിടിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് പാട്ടറിയില്ല, ഞാനൊരു അങ്ങനെ പാടാത്ത ഒരാളാണെങ്കിലും മണിയുടെ പാട്ട് 1-2 തവണ നമ്മൾ അതിന്റെ ഒപ്പം വരികൾ ഏറ്റുപാടിയാൽ പിന്നെ കൂടെ പോകാനായിട്ട് ഈസിയാണ്. അത് വരുത്തൻ്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ
നിന്റെ പരക്കം പച്ചിലീന് ഒതുക്കം കിട്ടോടി തങ്കം. അതായത് നമ്മൾ സാധാരണ ഒരാളോട് ഒരു കാരണത്തെ പറയുന്ന പോലെയുള്ള വരികളാണ്, അല്ലാതെ വലിയ അർത്ഥതലങ്ങളിലൊക്കെ തേടി പോകുന്ന തരത്തിലുള്ള വരികളേ ഇല്ല. അങ്ങനെയുള്ള പാട്ടുകളാണ്, അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട പാട്ടുകൾ അങ്ങനത്തെയാണ്. പിന്നെ ഫേമസ് ആയിട്ടൊരു പാട്ടുണ്ട്, കള്ളുകൂടിയുടെ ഒരു പാട്ട്. അതായത് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ. അദ്ദേഹത്തിന്റെ ചേട്ടന്റെ പേരാണ് വേലായുധൻ. അപ്പൊ ആ തരത്തിലുള്ള ഒരു പാട്ടും കൂടി ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ ആ പാട്ടിലൂടെ തന്നെ കള്ളുകൂടി വളരെ വളരെ മോശമാണ് എന്ന തരത്തിലുള്ള പറഞ്ഞു പോകുന്ന വരികളും കൂടി കടന്നു വരുന്നുണ്ട്. അതായത് കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തി പണി ചെയ്തു, കല്യാണം കുട്ടിക്കളിയല്ലടാ വേലായുധാ, കല്യാണം കുട്ടിക്കളിയല്ലടാ വേലായുധാ. അതുപോലെ തന്നെ മണിയുടെ പാട്ടുകളിൽ സങ്കടത്തിന് നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. സങ്കടത്തെ കൃത്യമായ രീതിയിൽ പാട്ടിലൂടെ കൊണ്ടുവരാനായിട്ട് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള ഒരു പാട്ടാണ്, അതായത് ഇക്കൊല്ലം നമ്മക്ക് ഓണൊല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടേട്ടൻ നമ്മക്ക് കൂടപ്പീറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട, കണ്ടും താടിയും പോയി ആളുമേലിഞ്ഞില്ലേ, തണ്ടല്ലോടിഞ്ഞു കിടപ്പല്ലേടി. സങ്കടത്തിന്റെ പാട്ടുകൾ പാടി അങ്ങനെ ഞെട്ടിച്ച മണിച്ചേട്ടൻ അങ്ങനെ വേഗത്തിൽ തന്നെ കൂടുതലും പാടിയിട്ടുള്ളത് പ്രണയത്തിന്റെ പാട്ടുകളാണ്. നാട്ടുമ്പുറത്തിന്റെ ഉള്ള പ്രണയം, നാട്ടുമ്പുറത്ത് കാണുന്ന നിസാരമായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന വരികൾ കൊണ്ട് പാടി തീർക്കാവുന്ന പാട്ടുകളാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു പാട്ടാണ് നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞു നടക്കണ കണ്ടപ്പോ, പോണോരും വരുന്നോരും നോക്കണ് പാരയ്ക്കും പോരിനിതുപോരെ, കണ്ടനാടുവില് നിക്കണതെന്തിനാ വീടും കൂടിയില്ലേ, തള്ളക്കോഴിയും കുട്ടിയോളും കൂടി കൂറുങ്ങണ പോലൊരു വർത്താനം, കുട്ടാടം പാടത്തിക്കുറി നാടും പണിയും നടക്കുമ്പോ, കാര്യങ്ങള് ചൊല്ലിയിലെ ഒരു 100 കൂട്ടം കാര്യങ്ങള്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ. കലാഭവൻ മണിയുടെ പാട്ടുകളൊക്കെ പണ്ട് വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരുമ്പോൾ ആ കാസറ്റിൻ്റെ ബാക്കിലുള്ള ലേബലിൽ ഇങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടാവും. അത് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഗാനരചന അറുമുഖൻ വെങ്കിടങ്ങ്, പാടിയിരിക്കുന്നത് കലാഭവൻ മണി. അങ്ങനെ കുറേയേറെ കാസറ്റ്സുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എഴുതിയ, ആ പ്രിയപ്പെട്ട കലാകാരന്മാർ എഴുതിയ പാട്ടുകളൊക്കെ മണിച്ചേട്ടൻ പാടിയതുകൊണ്ട് ഫേമസ് ആയി മാറി. അത് അറുമുഖൻ വെങ്കിടങ്ങ് എന്ന് പറഞ്ഞാൽ ആ മികച്ച കവിയാണ്, മികച്ച കവി. അദ്ദേഹം നല്ല രീതിയിൽ അത്രയേറെ വളരെ നമ്മുടെ ഹൃദയത്തിന് അടുപ്പിച്ച് പിടിക്കും പോലെയുള്ള എഴുത്താണ് അദ്ദേഹം മണിച്ചേട്ടന് വേണ്ടി എഴുതിയിട്ടുള്ളത്, നാടൻ ശൈലിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേജ് പരിപാടിക്ക് മണിച്ചേട്ടന്റെ പാട്ടുണ്ടെങ്കിൽ അത് വൈബാണ്, തകർത്ത് തരിപ്പണമാക്കും. സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങിയിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പാടി 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 കുട്ടികളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് തോളത്തൊക്കെ വെച്ച് അവ പാടും. പിന്നെ വേറെ ആർക്കെങ്കിലും മൈക്ക് കൊടുത്തിട്ട് പാടിക്കും. ആ ഒരു സ്റ്റൈല് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞ മണിച്ചേട്ടനാണ്. അത് നാടൻപാട്ടിലേക്ക് ഇപ്പൊ നമുക്ക് എല്ലാ നാടൻപാട്ട് കലാകാരന്മാരും അതേപോലെയുള്ള രീതിയിലുള്ള പാട്ടൊക്കെ പാടി ആളുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നൃത്തം വെച്ച് ചാടി തുള്ളി മറിഞ്ഞൊക്കെ പോണ കാണാം. പക്ഷേ ഉണ്ടല്ലേ ഈ തരത്തില് ഒരു സ്റ്റൈൽ ഒരുക്കുക, അതായത് തൻ്റെതായ പാട്ടുകൾ എന്ന് പറഞ്ഞ് പാടുന്ന പാട്ടുകൾ, സിനിമാ പാട്ടുകളല്ല, തൻ്റെതാണെന്ന് പറഞ്ഞ് ഉള്ള പാട്ടുകൾ കൊണ്ടുവന്നിട്ട് ആ പാട്ടുകളിലൂടെ ഇത്രയേറെ ജനങ്ങളെ ഹരം പിടിപ്പിച്ചു പോയ ഒരു കലാകാരൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മണിയുടേതായ ഒരു തേരോട്ടമായിരുന്നു നമ്മൾ കണ്ടുപോയത്. മണിച്ചേട്ടൻ്റെ ഒരു അമ്മാതിരി വൈബ്. അത് കാരണം ഏതൊരു സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് സംസാരിക്കാനും അവരോട് അവരുടെ ദുഃഖങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ മണിച്ചേട്ടൻ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നല്ലൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയൊരു താരമാണ്. അതായത് അദ്ദേഹം അതുപോലെ തന്നെ സിനിമയിൽ അത് എടുത്തു പറയുന്നതാണ്. സിനിമയിലൊക്കെ അദ്ദേഹം വെക്കുന്ന സ്റ്റെപ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കഴുത്തൊക്കെ അതായത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക ആക്ഷനൊക്കെ എടുക്കും. അത് വേറെ നടന്മാർ ചെയ്താൽ അത് ഭംഗിയാവില്ല. അത് മണിച്ചേട്ടൻ തന്നെ ചെയ്യണം. അപ്പം നമ്മളിന്ന് സംസാരിച്ചു വന്നത് മണിച്ചേട്ടൻ്റെ പാട്ടുകളെ കുറിച്ചാണ്. പാട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ടതെന്ന് എപ്പോഴും കേട്ടിരുന്നൊരു പാട്ടാണ് ആരോരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഊട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി, 100 നോട്ടിന് വേണ്ടി ഞാൻ നിത്യവും കിക്കർ വലിച്ചിടുമ്പോ, കയ്യുമ്മയും മറന്നെന്നെ ഞാനാക്കിയ ദൈവമാണോട്ടോ വണ്ടി.
ടിടിൻ ടിടിൻ. ആരൊരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് വേണ്ടി ഞാൻ എത്തിയും കിക്കർ വലിച്ചിടുമ്പോൾ കയ്യും മെയ്യും മറന്നെന്നെ ഞാനാക്കിയ ദൈവമാണോട്ടോ വണ്ടി. എന്റെ നിറമുള്ള കറുത്ത പാൻറ്റും മുഷിഞ്ഞ ജുബയലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചതും ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം ഒരിക്കലും മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകില്ല. അടിപൊളി സംഭവമാണത്. കാരണം അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തിയ, അദ്ദേഹത്തിനെ രൂപപ്പെടുത്തിയ ഒരു പാട്ടാണത്, അസല് പാട്ട്. അപ്പൊ ആ പാട്ട് നല്ല രീതിയിൽ അദ്ദേഹം ഒരുപാട് 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 സ്ഥലങ്ങളിൽ പാടി. നമ്മൾ ടി വിയിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓണത്തിനൊക്കെ എപ്പോഴും ഉണ്ടാവും മണിച്ചേട്ടൻ്റെ പരിപാടികളിൽ പ്രധാനിയായിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഇനി നമുക്ക് വേടനിലേക്ക് കടന്നു വരാം. വേടൻ ഇന്നത്തെ തലമുറയെ ആർത്തിരമ്പി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. വേടന്റെ പാട്ടുകൾക്ക് ഓരോരോ പ്രത്യയശാസ്ത്രങ്ങളായിട്ട് കടന്നു വരുന്ന ഓരോരോ സംഗതികളുണ്ട്. എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു പെരുമഴ കൊള്ളുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, അതുപോലെയാണ് വേടന്റെ പാട്ടുകൾ. വേടന്റെ പാട്ടുകൾ കാണാൻ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാവരും എഴുന്നേക്കും പെട്ടെന്ന്. അത്ര നേരം ഇരുന്നാൽ ഇരിപ്പുറക്കില്ല. അതേപോലെയാണ് എല്ലാവരും ആ പാട്ടിന്റെ താളത്തിൽ ഒരു കടൽ തിരമാല ഇങ്ങനെ അലയടിക്കുമ്പോൾ അതിനൊപ്പം നമ്മളിങ്ങനെ പൊങ്ങിത്താണ് പോകില്ല. ആ ഒരു പ്രതീതിയാണ്. വേടൻ ഈ പറഞ്ഞ പോലെ സാധാരണമായിട്ട് നാട്ടുമ്പുറത്ത് കാണുന്ന ആ ഒരു രീതിയിലുള്ള പാട്ടുകളല്ല. വേടൻ്റെതായ ഉള്ളിലിട്ട് തീച്ചൂളയിലിട്ട് എഴുതി പൊലിപ്പിച്ചു കൊണ്ടുവരുന്ന കവിതയാണ്. ഇപ്പൊ മണിച്ചേട്ടൻ്റെ പാട്ടുകളായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിച്ചേട്ടൻ സ്വന്തമായി എഴുതിയ പാട്ടുകളല്ല മണിച്ചേട്ടൻ കൂടുതലും പാടിയിരിക്കുന്നത്. പക്ഷെ വേടൻ സ്വന്തമായിട്ട് എഴുതുന്ന പാട്ടുകളാണ് വേടൻ പാടുന്നത്. വേടൻ്റെ പറഞ്ഞ റാപ്പ് സോങ് ആണ്. ഒരിക്കലും നാടൻ പാട്ടിന്റെ ആ നീളമോ ആ ഒരു താളലയമോ റാപ്പിന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ റാപ്പ് സോങ്ങിന് നല്ല മൂർച്ചയുണ്ട്. കരുത്തുള്ള ഒരു ആയുധത്തിന്റെ ശക്തി റാപ്പ് സോങ്ങിന് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഇടക്കിറങ്ങിയൊരു പാട്ടുണ്ട്, അത് സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞ ആ ആൽബത്തിലെ അവസാന വരികളായിട്ട് കടന്നു വരുന്ന ആ വരികളുണ്ട്. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞേ, ആ കല്ല് കൊണ്ടെന്റെ മുഖം മുറിഞ്ഞേ, ആ കല്ലു പേറുക്കി ഞാൻ പാത വീരിച്ചതിൽ വില്ലുവണ്ടിയേറി പായുമ്പോൾ എൻ്റെ തലപ്പാവിനെന്തു തിളക്കം, തലപ്പാവിനെന്തു തിളക്കം, തലപ്പാവിനെന്തു തിളക്കം. ആ പാട്ടിന്റെ വരികളുണ്ടല്ലോ, അത് ഓരോ വരികളായിട്ട് നമ്മൾ കേട്ടു നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്രയേറെ പവർഫുൾ വരികളാണ്. ബംഗാളൂരിൽ ജനിച്ച അയ്യങ്കാളി എന്ന നമ്മുടെ കേരള ജനതയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയ ആ മനുഷ്യന്റെ കരുത്തുറ്റ ഒരു കാലത്തെ അടയാളപ്പെടുത്തി കൊണ്ടുപോകുന്ന വരികൾ അത്രയേറെ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് അത് സിമ്പിളായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ സിമ്പിളായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വരികളെ അത്ര തീഷ്ണതയോടുകൂടിയാണ് അദ്ദേഹം പാടുന്നത്. അപ്പൊ അത്തരത്തിലൂടെ പോകുന്ന പാട്ടുകളൊക്കെ യുവജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വമ്പൻ കാര്യം തന്നെയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഒരു 100 പാട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ തന്നെ കുറച്ചേറെ പാട്ടുകൾ അദ്ദേഹം ഇറക്കിയിട്ടുള്ളൂ. പക്ഷെ ആ കുറച്ചേറെ പാട്ടുകളെ തന്നെ ജനങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിക്കുന്നു. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞേ, ആ കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞേ, ആ കല്ലു പേറുക്കി ഞാൻ പാത വീരിച്ചതിൽ വെല്ലുവണ്ടിയേറി പായുമ്പോൾ എന്നോട് തലപ്പാവിനെന്ത് തിളക്കം, തലപ്പാവിനെന്ത് തിളക്കം, തലപ്പാവിനെന്ത് തിളക്കം. നമ്മുടേതായ ഉള്ളിലുള്ള ഒരു ആത്മവിശ്വാസത്തെയും കൂടി ഉയർത്തുന്ന പോലുള്ള വരികളാണ്. അടിപൊളിയാണ്. അപ്പൊ ഓരോ പാട്ടുകൾക്കും ഓരോരോ പ്രത്യേകമായിട്ടുള്ള ഓരോരോ സംഭവ വികാസങ്ങൾ കൊണ്ടുവരാൻ കഴിയും വേടന്. അതുപോലെ തന്നെ വേടന്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം. മണിച്ചേട്ടനുമായിട്ടുള്ള ഒരു സാമ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വേടന്റെ പ്രോഗ്രാമുകളിലേക്കൊക്കെ വേടനെ ഇഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് ആ സ്റ്റേജിലേക്ക്. വേടന്റെ പടം വരച്ചത് കൊടുക്കും. അതുപോലെ തന്നെ വേടന് വേണ്ടിയിട്ട് ഒന്ന് അടുത്ത് നിൽക്കാൻ, ഒന്ന് സെൽഫി എടുക്കാൻ, അപ്പൊ വേടനോടൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ ആയിട്ട് ഒരുപാട് യുവജനങ്ങളും കുഞ്ഞുങ്ങളായിട്ടും ഒരുപാട് പേരൊക്കെ കയറി വരുന്നുണ്ട്. അവരെയൊക്കെ വേടൻ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കുകയാണ്, അല്ലാതെ അവരെ ആട്ടിപ്പായിക്കുന്നില്ല. അത് മണിച്ചേട്ടനോട് ഏറെ സാമ്യം പുലർത്തുന്ന ഒന്നാണ്. മണിച്ചേട്ടനോട് കൂടുതലും ഇഷ്ടം പുലർത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ അങ്ങനെ ഒരാളെയും തട്ടി അകറ്റി ദൂരെ മാറ്റുന്നതായിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല. ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് വേടന്റെ പെരുമാറ്റം. എന്ന് വെച്ചാൽ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുക, ജാതി മത നിറ വ്യത്യാസത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക, ആ തരം ഒരു പരിപാടിയും ചെയ്യാതെ, ആ തരത്തിലുള്ള ഒരു പോക്കനം കേടിന് നിൽക്കാതെ സില്ലിയായിട്ട് ഞാൻ മനുഷ്യൻ,
നീ മനുഷ്യൻ, ഞാൻ എന്നിൽ കാണുന്നു എന്ന തരത്തില് ചേർത്ത് പിടിക്കൽ അത് അടിപൊളിയായിട്ട് ചെയ്തു പോകുന്നുണ്ട് വേടൻ. ആ ചേർത്ത് പിടിക്കൽ തന്നെ വേടന്റെ പാട്ടുകളുടെ ശക്തിയാണ്. അതുപോലെ എല്ലാവരോടും സില്ലിയായിട്ട് പെരുമാറുക, സില്ലിയായിട്ട് സംസാരിക്കുക, വലിയ ജാടയുടെ കനമോ വലിയ കിരീടത്തിന്റെ പവറോ ഒന്നും ധരിക്കാതെ സില്ലിയായിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകുക, അതൊക്കെ പവർഫുള്ളാണ്. ആ ഒരു മാച്ചിങ്ങിൽ വേടനെ എപ്പോഴും മണിച്ചേട്ടനായിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പൊ മണിച്ചേട്ടൻ ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ, മണിച്ചേട്ടൻ കൊണ്ടുവന്ന കലാഭവൻ മണി എന്ന ആ നാടൻ പാട്ടിന്റെ വിശ്വ യശസ് ഉയർത്തിയ ആ ഓളം തന്നെയാണ് ഇപ്പോഴും വേടനിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഹിരൺദാസ് മുരളി എന്ന വേടൻ അങ്ങനെ കേരളക്കരയെ ഇങ്ങനെ കോൾമയിർ കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ, സൂപ്പർ ആവട്ടെ, അടിപൊളിയാവട്ടെ. രണ്ടുപേരുടെയും പാട്ടുകൾ വളരെ ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഇനിയും കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് വേടന്റെ പാട്ടുകൾ. മണിച്ചേട്ടന്റെ പാട്ടുകൾ ഇപ്പോഴും നമ്മളിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അടിപൊളി വൈബ്. ഏതെങ്കിലും ഒരു നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ മണിച്ചേട്ടന്റെ പാട്ടുകൾ മാറ്റി നിർത്തിയിട്ട് ആരും കടന്നു പോയില്ല. ഇപ്പൊ തന്നെ ഗാനമേള ഓരോ സ്ഥലങ്ങളിൽ പാടി അടിച്ചു പൊളിക്കുമ്പോൾ അതില് മണിച്ചേട്ടന്റെ പാട്ടുകൾ കൃത്യമായിട്ട് കടന്നു വരാറുണ്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം. മണിച്ചേട്ടന്റെ സൂപ്പർ പാട്ടാണ്, സൂപ്പർ പാട്ട്. അപ്പൊ അടിപൊളിയാവട്ടെ, സൂപ്പർ ആവട്ടെ.